ഹായ്, എൻ്റെ പേര് പ്രണവ്. ഞാൻ BCom പ്ലസ് ഒരു CMA സെമി ക്വാളിഫൈഡും കൂടിയാണ്. ഞാൻ 12th കഴിഞ്ഞിട്ട് ഒരു ഡിഗ്രി കോഴ്സിന് പകരം ഡിഗ്രിയുടെ ഒപ്പം തന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യാമെന്ന് നോക്കിയപ്പോഴാണ് ലോജിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനത്തെ ഒരു കോഴ്സിൻ്റെ ഒരു ഇതുണ്ടെന്ന് കണ്ടതും. അപ്പോൾ അവിടെ പാസ് പെർസെൻറ്റേജ് കൂടുതലും പിന്നെ അവിടുത്തെ ഫെസിലിറ്റീസും നല്ലതായതുകൊണ്ട് തന്നെ ഒരു ഡിഗ്രിയുടെ ടൈം പീരീഡിനുള്ളിൽ തന്നെ ഒരു CMA എന്നുള്ളൊരു പ്രൊഫഷണൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഹെൽപ്പ് ചെയ്യായിരുന്നു. BComന്റെ ഒപ്പം തന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സായി ഇത് ചൂസ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ടൈം മാനേജ്മെന്റ് എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. അവിടത്തെ കുറെ പഠിപ്പിക്കുന്ന സാധനം തന്നെ ഞങ്ങൾ CMA USA പഠിക്കണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ഫോക്കസ് നമുക്ക് CMA USA കൊടുക്കാനും, പക്ഷെ അതുകൊണ്ട് BComല് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവിടുത്തെ കുറച്ച് കോഴ്സസ് സെയിം ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം ടൈമും ഇതിലാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അത് ക്ലിയർ ചെയ്യാനും അണ്ടർസ്റ്റാൻഡിങ്ങിനും ഭയങ്കര ഈസി ആയിരുന്നു. അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ടോപ്പിക്ക് കൂടുതൽ കൺവിൻസ് എന്നൊക്കെ അവരുടെ കറണ്ട് സിറ്റുവേഷനിലുള്ള എന്താ നടക്കണതെന്ന് വെച്ചാൽ അതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞ് അത് നമ്മളെ കൺവിൻസ് ചെയ്യാൻ നോക്കും. അവർ കൂടുതൽ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ വെച്ച് പറഞ്ഞാണ് അവർ കൺസിഡർ ചെയ്യുക. പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഫാക്കൽറ്റീസൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ എപ്പോൾ പോയി ചോദിച്ചാലും അവരെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്ത് തരും. പിന്നെ ഓരോ സെക്ഷൻ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ സെക്ഷൻ്റെ വക ഒരു ടെസ്റ്റ് പേപ്പർ അല്ലെങ്കിൽ ഒരു എക്സാംസ് ഒക്കെ നടത്താറുണ്ട്. അത് വെച്ച് നമുക്ക് നമ്മൾ എത്ര ലെവലായി, ഇപ്പോൾ നമ്മൾ ആ സെക്ഷൻ നമുക്ക് മനസ്സിലായോ, അല്ലെങ്കിൽ ആ സെക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ എന്നൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിച്ചു ഈ CMA USA എങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് വേറെ ടൈം സ്ട്രക്ചർ അതൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ കൂടുതൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു ഈ എൻവയോൺമെൻറ്റും ലോജിക്ക് തന്ന സപ്പോർട്ടും അനുസരിച്ച് ലോജിക് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റിൽ നല്ല ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്.